സാർ അന്നെടുത്ത ആ ട്രേഡിനെ പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഏത് ട്രേഡ്? ആ വലിയ വീഴ്ചയെ? വലിയ വീഴ്ച. വലിയ വീഴ്ച ഞാനന്ന് അനാലിസിസിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വലിയ വീഴ്ചയുടെ വെച്ചിരിക്കുന്ന പോയിന്റ് അത് ഭയങ്കര അത്ഭുതമായില്ലേ? കറക്റ്റ് ആ ടൈമിൽ തന്നെ വീണത്. ഇതോട്ട് പറയാം, വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഉള്ള ഇംബാലൻസുകളുണ്ട്. ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഇംബാലൻസ് ആയിരുന്നു. ഞാൻ എന്തുകൊണ്ട് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ഡേ ക്യാൻഡിൽ ഈ വാലിഡ് ആയ ഇംബാലൻസ് ഫില്ല് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു സമയത്താണ് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണ്, വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയും. ഇവിടെ ഈ ഒരു സമയത്താണ്, മുകളിൽ കിടക്കുന്ന സമയത്താണ് വീഡിയോ ചെയ്യുന്നത്. ഇത്ര അധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോവാം. പക്ഷെ അപ്പൊ തന്നെ ഞാൻ പറയില്ല, അവിടെ ഒരു കൺഫ്യൂഷന്റെ മുകളിലാണ് സംഭവിച്ചത്. കാരണം ഇത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നോക്കിയാൽ അറിയാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസിനെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഈ റെസിസ്റ്റൻസിനെ അടയാളപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ ഇംബാലൻസും അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി എന്ത് ചെയ്തു, ഇതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ്, ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ നമ്മൾ ട്രേഡ്, ഇവിടുന്ന് ഇപ്പൊ ട്രേഡ് എടുക്കുക, വന്ന ഉടനെ തന്നെ ഇതിന്റെ മുകളിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്ന സംഭവം വലിയൊരു സ്റ്റോപ്പ് ലോസ് ആവും. അപ്പൊ ഞാനത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 15 മിനിറ്റിലേക്ക് പോയി. 15 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, 15 മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് ഏറെക്കുറെ ഇവിടെ ആയിരുന്നു. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ ഒന്നുകൂടി 15 മിനിറ്റ് നിന്നിട്ട് വരാം. ഏറെക്കുറെ അവിടെ ആയിരുന്നു എന്തുണ്ടായിരുന്നത്, ഇംബാലൻസ് കിടക്കുന്നുണ്ടായിരുന്നു. ഓൾറെഡി വാല്യൂഡ് ആണ്. അവിടുന്ന് തിരിച്ചുവരവ് ഡെഫിനറ്റ്ലി ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അവിടെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു. കണ്ടോ? ഇത് കണ്ടോ? കണ്ടില്ലേ? 15 മിനിറ്റിന്. അപ്പൊ ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഞാൻ വെച്ചു, ആദ്യം ഞാൻ വെച്ചിരുന്നു, ഇവിടെ ഞാൻ വെച്ചു. അപ്പൊ ആ ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ആ ഒരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പോയിന്റിൽ നിന്നാണ് ആ പോയിന്റ് മാർക്ക് ചെയ്ത് വെച്ചത്. അവിടേക്ക് റീടെസ്റ്റ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഒരു റീടെസ്റ്റ് വരും എന്നുള്ളതായിരുന്നു. പക്ഷെ റീടെസ്റ്റ് വന്നില്ല. റീടെസ്റ്റ് ഇവിടം വരെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇത് ബ്രേക്ക് ചെയ്ത സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇതല്ല ആക്ച്വലി, ഇവിടെ ഞാൻ ചെറിയ ടൈം ഫ്രെയിമിൽ 5 മിനിറ്റിന്റെ, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. കറക്റ്റ് മാർക്കറ്റ് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. അത് ബ്രേക്ക് ആവുന്ന സമയത്ത്, ഇത് ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിങ്ങനെ കയറുന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇവിടെ ഇതിലൊരെണ്ണം വരാനുണ്ട്. കാരണം ഇവിടെ നല്ലൊരു ഇതായിരുന്നു, ഇതിലൊരെണ്ണം വരാനുണ്ട് എന്ന് വിചാരിച്ചു ഈ ഒരു പോയിന്റ്. അപ്പൊ ഇത് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് വന്ന സമയത്ത് ഒന്നുകൂടി താഴെ വന്നിട്ട് ഇതിൽ അടിച്ചിട്ടാവും വരിക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വെച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയയാണ്. പക്ഷെ അവിടേക്ക് എത്തിയില്ല സംഭവം. എന്ത് ചെയ്തു, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ഗംഭീര വീഴ്ച വേണം. ഞാൻ ഇവിടുന്ന് ഇതിങ്ങനെ കയറി വരും എന്നുള്ള ലെവലിലായിരുന്നു നിന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ നിൽക്കുന്ന സമയത്ത്, ഈ ക്യാൻഡിൽ നിൽക്കുന്ന സമയത്ത് ഒരു ക്യാൻഡിൽ അല്ലെങ്കിൽ 2-3 ക്യാൻഡിൽ വന്നിട്ട് ഒന്നുകൂടി മുകളിൽ കയറിയിട്ട് താഴത്തേക്ക് ഇറങ്ങി വരും എന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. കാരണം ഇതൊരു വേറെ കൺസെപ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് കയറി വരും എന്ന് വിചാരിച്ചു. പക്ഷെ അവിടുന്ന് ഒരു ഗംഭീര വീഴ്ച വരും. വീണപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ക്യാൻഡിലാണ് ഞാൻ പറഞ്ഞത്. ജിൻസ് ഓർക്കുന്നുണ്ടോ? ഒരു ക്യാൻഡിൽ നല്ല ക്ലിയർ ആയിട്ട് ക്ലോസ് കിട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മിണ്ടാണ്ടിരുന്നത്. ജിൻസ് എടുക്കുകയാണെങ്കിൽ എടുത്തോട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ മിണ്ടാണ്ടിരുന്നത്. അത് എത്രത്തോളം പോവാണെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ളത്. കാരണം ഓൾറെഡി ജിൻസിന്റെ സൈഡ് ക്ലിയർ ആക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയോ ആയിരിക്കും ട്രേഡ് എടുത്തിരിക്കുന്നത്, അതിൽ SL കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ക്യാൻഡിൽ ക്ലിയർ ആയിട്ട് ക്ലോസും കിട്ടി. അപ്പൊ ഇനി വരികയാണെങ്കിൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇതെന്താണ് ഇവിടം വരെ വരുള്ളൂ. കാരണം അത്രയും ക്ലിയർ ഇത് കിട്ടുകയാണെങ്കിൽ ഇവിടം വരെ വരുള്ളൂ. വന്നു കഴിഞ്ഞ് ഒരു റിവേഴ്സൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീഴ്ച താഴത്തേക്ക് വരുന്നുള്ളൂ. കറക്റ്റ് വന്ന് നമുക്ക് അവിടെ കിട്ടിയില്ലേ, കറക്റ്റ് വന്ന് വീണു. ഇവിടേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന്, ഇതൊക്കെ വീഴ്ചയാണ് കേട്ടോ. ചെറുതായിട്ട് വന്ന് നമുക്ക് എത്രയും വെച്ചിരുന്നു, 316 വെച്ചിരുന്നു, അല്ല 316 വെച്ചിരുന്നു. അതിൽ കറക്റ്റ് ആദ്യത്തെ അടി അടിച്ചു. പിന്നെ വീണ്ടും കയറി ഒന്ന് ചെറുതായി വീണ്ടും താഴത്തേക്ക് വന്നു. ഇന്ന് ഇപ്പൊ റിക്കവറിക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ആ രീതിയിലേക്ക് തിരിച്ചു കയറുന്നുണ്ട്. 308 എത്തിയിട്ടുണ്ട്. 316 വീണ്ടും ഒരു തിരിച്ചുകയറുക ചിലപ്പോൾ സംഭവിക്കാം. 308 വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി ഇപ്പൊ അടുത്തൊരു വീഴ്ച ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള എടുക്കുന്നുണ്ട്. അടുത്തൊരു വീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഇന്ന് കാലത്തും അത് തന്നെയാണ് സംഭവിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് കാലത്ത് നമുക്ക് പറ്റിയൊരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് നല്ല രീതിയിൽ മൂവ്മെന്റ് തന്നത് ശ്രദ്ധിച്ചിരുന്നോ? ഏകദേശം 60 പിപ്പ് 70 പിപ്പാണ് മൂവ്മെന്റ് തന്നത്. ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ? മനസ്സിലായി ജിൻസ് ഞാൻ പറഞ്ഞത്? ഒക്കെ പൊക്കയാ. 88 വരെ പോയിട്ടില്ല സാറേ, 80 പിപ്പ് പോയിട്ടില്ല സാറേ മൊത്തം. എവിടെയാണ് വന്നത്? ഇതിലാണ് വന്നത്. നമ്മൾ എടുത്തു ഇതിലായിരുന്നു, ഇതുവരെ വന്നു. 95 എടുത്തു. ഈ ലെവലിൽ എവിടെയാണ് എടുത്തത്? ലെവലിൽ എനിക്ക് നോക്കാം. ഈ ലെവലിൽ എടുത്തു. 95 ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ്. അതിലൊരു ട്രേഡ് ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അത് തിരിച്ചടിച്ചു, സ്റ്റോപ്പ് ലോസ് എടുത്തു പോയി. ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വേറെ കാര്യം, ഇത് ഫസ്റ്റ് ടിപ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു സ്ട്രോങ് ആയിട്ടുള്ള വീഴ്ചയായിരുന്നു. കാരണം നല്ല രീതിയിൽ ഇവിടെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്തിട്ട് താഴത്തേക്കുള്ള ഒരു വീഴ്ചയായിരുന്നു.
അപ്പോൾ ഈ ഒരു ഏരിയ എത്തുന്ന സമയത്ത് ഇതിലങ്ങോട്ട് എത്തുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ക്യാൻഡിലങ്ങാണ്ട് സെക്കൻഡ് ക്യാൻഡിലങ്ങാണ്ട് ഞാൻ ചെയ്തു, സെക്കൻഡ് അല്ല തേർഡ് ക്യാൻഡിൽ ഞാൻ ചെയ്തു എന്ന് വിചാരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടുപോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വലിയൊരു ടാർഗറ്റ് അല്ലേ ഇരിക്കുന്നത്, 29 ഇപ്പം കണ്ട് ഞാൻ ടാർഗറ്റ് വെച്ചിരുന്നു. ഏകദേശം ഈ ലെവലിലാണ് വെച്ചിരുന്നത്. കാരണം അത് 4 ഹവറിന്റെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അവിടെ. അത് ഞാൻ വിട്ടുപോയി. ആക്ച്വലി വിട്ടുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഫസ്റ്റ് ടാർഗറ്റ് അടിക്കാൻ ഇപ്പോൾ തൊട്ടടുത്തല്ലേ ഉള്ളൂ. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ മിക്ക ആൾക്കാരും എക്സിറ്റ് ആവുന്നുള്ള ഒരു സൈക്കോളജി അറിയാവുന്നതുകൊണ്ട് ഞാൻ വിട്ടുപോയി. പിന്നെ ഞാൻ നോക്കുന്ന സമയത്ത് എത്തിയിരിക്കുന്നത് ക്യാൻഡിൽ തിരിച്ചു കയറി, ഇവിടെയൊക്കെയാണ് എത്തിയത്, തിരിച്ചു കയറി ഈ ഒരു ലെവലിൽ ഈ ഒരു ഇതിലെത്തുന്ന സമയത്താണ് തിരിച്ചു കയറിയത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ പറ്റിയെങ്കിൽ കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തോളാൻ പറഞ്ഞ കാര്യം അതാണ്. പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ പറയാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ കോസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ ട്രേഡ് പ്രൊട്ടക്ട് ചെയ്യണം. ട്രേഡ് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒന്നല്ലേ നിങ്ങൾ കോസ്റ്റിലേക്ക് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞാൽ 10-80 പിപ്പൊക്കെ ആയില്ലേ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 80 പിപ്പ് എന്നൊക്കെ പറയുന്ന വലിയൊരു ഇത് തന്നെയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കുക. കാരണം എന്ന് വെച്ചാൽ തൊട്ടടുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു ക്യാൻഡിൽ, ഒരു വലിയ റിയാക്ഷൻ ക്യാൻഡിലൊക്കെ തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും ആലോചിക്കേണ്ട. പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ. ഇത്രയും വലിയ മൂവ്മെന്റ് കിട്ടുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ SL എടുത്തിട്ട് കോസ്റ്റിൽ കൊണ്ടു വയ്ക്കുക. എന്നിട്ട് രണ്ടാമത്തെ തിങ്ക് ചെയ്യാം, നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യണോ എക്സിറ്റ് ചെയ്യണ്ടേ എന്നുള്ള രണ്ടാമത്തെ കാര്യം തിങ്ക് ചെയ്യാം. വേണോ എന്നല്ല, ഒന്ന് ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഒന്നെന്ന് വെച്ചാൽ 1-2 ക്യാൻഡിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. കാരണം എന്താണ്, നിങ്ങളുടെ SL പ്രൊട്ടക്റ്റ് ആണ്. SL എപ്പോഴും പ്രൊട്ടക്റ്റ് ആണ്. അപ്പോൾ SL പ്രൊട്ടക്റ്റ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ട്രേഡിൽ ലോസ് സംഭവിക്കില്ല. അപ്പോൾ ലോസ് സംഭവിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തിരിഞ്ഞ് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്നും മറക്കണ്ട. ഞാൻ എവിടേക്കോ മുന്നേ പറഞ്ഞ ഓർമ്മ, ഒരു ക്ലാസ് ആയിട്ട് കൊടുത്തിട്ടില്ല. പക്ഷെ ഇവിടെ ട്രേഡ് എടുക്കുന്ന ആളുകൾ മറക്കണ്ട. കാരണം എന്ന് വെച്ചാൽ നല്ലൊരു മൂവ്മെന്റ് 80 പിപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തിരിച്ച് SL അടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് അൻവറിനൊക്കെ അറിയാം. കാരണം ഞങ്ങൾ ഇതുപോലെ തന്നെ തൊട്ടടുത്ത് പോയി കഴിഞ്ഞിട്ട് എത്ര പ്രാവശ്യം SL അടിച്ചിട്ടുണ്ട് അല്ലേ അൻവർ? ഒരുപാട് തവണ എത്ര വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഞങ്ങൾ ഒരുപാട് പേര് തിരിച്ച് SL അടിച്ചിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പുതിയ ആളുകൾക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് 80 പിപ്പ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു പിപ്പ്. പണ്ട് ഞങ്ങൾ 20 പിപ്പിനായിരുന്നു അത്രയും കാട്ടിക്കൂട്ടിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ചെറിയൊരു എമൗണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ ഇതിപ്പോ ഇവിടുന്ന് ഇവിടം വരെ എത്തും എന്നുള്ള രീതി തന്നെയായിരുന്നു എൻ്റെ. കാരണം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, നല്ല ക്ലിയർ ആയിട്ട് എന്തായാലും സിംഗ് ക്രിയേറ്റ് ചെയ്തിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ട് എല്ലാം സംഭവിച്ചിരുന്നു. അപ്പൊ ഇവിടം വരെ എത്തും എന്നുള്ള രീതിയിലായിരുന്നു. മാർക്കറ്റ് അവിടം വരെ എത്തിയില്ല. അപ്പൊ മാർക്കറ്റ് ഒന്നുകൂടി മുകളിൽ പോയിട്ടായിരിക്കും ചിലപ്പോൾ താഴത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത. പക്ഷെ ഇപ്പൊ ഷിഫ്റ്റിലേക്കാണ് തന്നിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ എന്തായാലും വേണം ഒന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. കണ്ടാൽ അറിയാം നിങ്ങൾക്ക് ഇവിടുന്ന് അപ്പ് ഷിഫ്റ്റ് ആണ്, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുഴപ്പമില്ലാത്തൊരു സ്ട്രോങ് ഏരിയ ആണ്. ഇവിടുന്ന് റിയാക്ഷൻ വരും സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ റിയാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് ഈ ഏരിയ നോക്കിയാൽ കാണാം, ഇത് പ്രൈസ് ആക്ഷൻ ആണ് കേട്ടോ. റിയാക്ഷൻ കെട്ടിക്കഴിഞ്ഞ് താഴോട്ടേക്ക് ഇറങ്ങേണ്ടതാണ്. പക്ഷെ താഴോട്ടേക്ക് ഇറങ്ങിയില്ല. ഇവിടെ വന്നിട്ട് ഇതിൽ സപ്പോർട്ട് എടുത്തിട്ടും കഴിഞ്ഞിട്ട് നോക്കിയാൽ കാണാം, എടുത്ത ക്യാൻഡിലുകൾ നോക്കിയാൽ കാണാം നല്ല സ്ട്രോങ് ഉള്ള ക്യാൻഡിലുകളാണ്. ബോളോട്ട് താഴോട്ട് ഇപ്പൊ ഇവിടുന്ന് നോക്കിയാൽ കാണാം ഒരു പിൻബാർ പോലെ, പിൻബാറല്ല നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ വന്നു. അതിനുശേഷം ഇൻഡിസിഷൻ വന്നു. അതിനുശേഷം നല്ലൊരു അപ്പ് മൂവ്മെന്റ് ക്യാൻഡിൽ വന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് എന്താണ്, ഇത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷെ മൂവ്മെന്റ് തരാനുള്ള സാധ്യത കൂടുതലാണ്. വീഴാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത്തിരി മോഡിൽ പോയിട്ടായിരിക്കും വീഴുക. അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സ്ഥലമാണ്, വാങ്ങിച്ചിടാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. എന്തുകൊണ്ടാണ് വാങ്ങിച്ചിടാൻ പറ്റിയ നല്ല സ്ഥലം എന്ന് പറയാൻ കാരണം, കഴിഞ്ഞ തവണ നമുക്ക് പലവട്ടം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഡേ ക്യാൻഡിലുകൾ എടുത്ത് നോക്കിയാൽ കാണാം എന്താണ് അല്ലേ, നല്ല സ്ട്രോങ് സപ്പോർട്ട് ഏരിയ അല്ലേ അല്ലേ? കാരണം പലതവണ അത് പറഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ചെയ്ത് വന്ന് റീടെസ്റ്റ് ചെയ്ത് വന്നത് ആ ഏരിയയിലേക്ക് തന്നെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണെന്നാണ്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഡൗൺ ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ് 2222. അത് ബ്രേക്ക് ചെയ്യാനുള്ള സിഗ്നൽ നമുക്ക് തിന്നു കഴിഞ്ഞു. നോക്കിയാൽ അറിയാം എന്താണ്, ഇവിടെ തന്നെ നോക്കിയാൽ അറിയാം എന്താണ്, നോക്കിയറിയാം ഷാർപ്പ് വീഴ്ച അല്ലെ, ഷാർപ്പ് വീഴ്ച പ്രൈസ് ആക്ഷൻ ആണ്. നോക്കിയ റിക്കവറി എന്താണ്, വളരെ ബുദ്ധിമുട്ടുള്ള റിക്കവറി. വീണ്ടും എന്താണ്, ഷാർപ്പ് വീഴ്ച അല്ലെ, ആണല്ലോ മനസ്സിലായി. ഇനിയിപ്പോ പറഞ്ഞാല് ചിലപ്പോൾ റിക്കവറി ഉണ്ടാവും. റിക്കവറി എന്ന് വെച്ചാൽ റീട്രേസ്മെന്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. റീട്രേസ്മെന്റ് ഉണ്ടാവും. ചിലപ്പോൾ ഇവിടം വരെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറും. ഈ റെഡ് ലൈൻ വരച്ചോടത്തോളം ചിലപ്പോൾ കുറച്ചുകൂടി ഉള്ളിൽ കയറും. പിന്നെ അവിടുന്ന്, കാരണം ഇത് ഇത്തിരി കൂടി സ്ട്രോങ് ആവാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഏരിയ നോക്കിയിട്ടാണ് എപ്പോഴും എന്താണ് റീട്രേസ്മെന്റ് സ്ട്രോങ് ആവാം. അത് ഞാൻ അതിനൊരു ക്ലാസ് തന്നെ എടുത്തുതരാം കേട്ടോ. മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഏരിയ, ആ ഏരിയ അനുസരിച്ചാണ് എന്താ സ്ട്രോങ് ആവും, റീട്രേസ്മെന്റ് സ്ട്രോങ് ആവും. റീട്രേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫുൾ ബാക്ക് അല്ലെങ്കിൽ തിരിച്ച് പോയിട്ട് എടുക്കൽ സ്ട്രോങ് ആവാം. ഈ ഏരിയ എന്തായിരുന്നു, അത്യാവശ്യം മോശമില്ലാത്തൊരു ഏരിയ ആയിരുന്നു.
റീട്രേസ്മെന്റിന് കുറച്ച് റീട്രേസ്മെന്റ് കുറച്ച് നേരം അങ്ങനെ നിന്നു അല്ലേ, കുറച്ച് നേരം സ്ട്രോങ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നു, അവിടുന്ന് റിലീസ് പ്രഷർ റിലീസ് നടന്നു, പ്രഷർ റിലീസ് ഗംഭീര വീഴ്ച നടന്നു. ഇതേ ഒരു ആക്ഷൻ തന്നെ ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ ഒരാഴ്ച ഒരു കൺസോൾട്ടേഷൻ നടക്കും, ഒരു ചെറിയ പ്രഷർ റിലീസ് നടക്കും, എന്നിട്ട് അവിടുന്ന് നല്ലൊരു വീഴ്ച താഴ്ത്തിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്, ഇത് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആവുകയാണ് അല്ലെ. എല്ലാവർക്കും ആലോചിച്ച് അറിയാൻ എന്താണ് ഒരു സ്ട്രക്ചർ ബ്രേക്ക് ആവല്ലേ, ലോ ബ്രേക്ക് ആവല്ലേ, ലോ ബ്രേക്ക് ആണല്ലോ. അതെ, ക്രിയേറ്റ് ചെയ്ത് ലാസ്റ്റ് ലോ ബ്രേക്ക് ആണ്. അപ്പൊ എന്താണ് അതിന്റെ സ്വഭാവം മാറി. എന്താ സ്വഭാവം മാറിയത്? ഡൗൺ ട്രെൻഡ് ആയി അല്ലെ, മാർക്കറ്റ് മൊത്തത്തിൽ ഡൗൺ ട്രെൻഡ് ആയി. ഇപ്പൊ നമുക്ക് ഡൗൺ ട്രെൻഡ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാരണം ഇതൊക്കെ റീട്രേസ്മെന്റ് ലെഗ് ആണ് ആക്ച്വലി അല്ലെ. ഇതിന്റെ ഒരു അപ് ട്രെൻഡിന്റെ ഒരു റീട്രേസ്മെന്റ് ആണ്. പക്ഷെ റീട്രേസ്മെന്റ് സ്ട്രോങ് ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം? ട്രെൻഡ് ചേഞ്ച് ആയി. അപ്പൊ ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ സമ്മതിക്കോ ബയേഴ്സ്? സമ്മതിക്കോ? ഇല്ലല്ലോ. അപ്പൊ ഇവിടുത്തെ റീട്രേസ്മെന്റ് എത്ര സ്ട്രോങ് ആയിരിക്കും? നല്ല സ്ട്രോങ് ആയിരിക്കും. ഇത്രയും നല്ല സ്ട്രോങ് ആയിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഏരിയ വരാനുള്ള സാധ്യതയുണ്ട്. 50% മുകളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ ക്യാൻഡലില് 50% മുകളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരാഴ്ച മുഴുവൻ ചിലപ്പോൾ ഒരു കൺസോളേഷൻ നടക്കും, മുകളിലേക്ക് താഴ്ത്തിക്ക്, ഇതുപോലെ മുകളിലേക്ക് താഴ്ത്തിക്ക് എന്നിട്ടായിരിക്കും അടുത്തൊരു വീഴ്ച. അപ്പോൾ അടുത്തൊരു വീഴ്ച നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ഇതുപോലെ തന്നെ എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ ബിൽഡ് ചെയ്ത് പോകും. ഇതുപോലെ അങ്ങനെ ബിൽഡ് ചെയ്ത് പോവാണെങ്കിൽ എന്ത് വിചാരിക്കാം നമുക്ക്? ഇതൊന്നും ബിൽഡിംഗ് അല്ല കേട്ടോ. കാരണം നോക്കിയാൽ അറിയാം, ഒരു 3 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, ഒരു നല്ലൊരു വീഴ്ച. പിന്നെ ഇത് ഇവിടെ കിടന്ന കൺസോൾട്ടേഷൻ, ഒരു 2 ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു, ഇത് വീണ്ടും നല്ലൊരു വീഴ്ച. ബിൽഡ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോളിക്ക് അപ് ട്രെൻഡായിട്ട് ബിൽഡ് ചെയ്ത് പോകും. മനസ്സിലാവുന്നുണ്ട് ആർക്കെങ്കിലും? മനസ്സിലാവുന്നുണ്ട്. എന്തോ പറയുന്നു പറയുന്നുണ്ട്. അൻവറിന് മനസ്സിലാവുന്നു, ചോദിച്ച് ജിൻസന് മനസ്സിലാവണില്ല തോന്നുന്നു. കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. ഞാനിവിടെ നോയ്സിലുണ്ട്. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഒരു അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആവണം. ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് അപ് ട്രെൻഡിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിൽ അടുത്ത 2-3 ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡിൽ, 2-3 ക്യാൻഡിലുകൾ, നല്ല ക്യാൻഡിലുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം വേൾഡ് വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോയിരുന്നത്. വീണ്ടും അപ് ട്രെൻഡിലേക്ക് തന്നെ പോയി, ഇവിടെ സപ്പോർട്ട് എടുത്ത് നല്ലൊരു സപ്പോർട്ട് എടുത്ത് മുകളിൽ പോയിരുന്നത്. നല്ല വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ക്യാൻഡിൽസിന്. ഇതുപോലെ വീക്ക്നെസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ ഒരു റെസിസ്റ്റൻസിലേക്കാണ് പോകുന്നത്. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ വീണ്ടും ഒരു വീഴ്ച പ്രതീക്ഷിക്കാറുണ്ട് കേട്ടോ. പ്രൈസ് ആക്ഷൻ, പ്യുവർലി പ്രൈസ് ആക്ഷൻ ആണ് പറയുന്നത്. നമ്മൾ പറയുന്ന സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മറ്റുള്ളതിനേക്കാളും വലിയ ക്യാൻഡിൽ പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ്, ക്യാൻഡിൽ ബിഹേവിയർ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് വീണു എന്നുള്ള ഒരു ബെയർ ഐഡിയ കിട്ടിയോ ജിൻസന്? ചെറിയൊരു ഐഡിയ കിട്ടിയോ? അത് കൃത്യമായിട്ട് അവിടുന്ന് തന്നെ പറഞ്ഞാണ് പ്രശ്നം ഇത് അല്ലേ. ഇത്രയും ഒരു ഫാള് എങ്ങനെ ഒരു പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന നമുക്കൊരു, ഞാൻ 1-2 തവണ ഇരുന്ന് നോക്കിയത്. അപ്പോ ഇതായിരുന്നു കാര്യം. അപ്പൊ ഇന്നിപ്പോ ട്രേഡ് എടുത്ത ആളുകൾക്ക് എത്ര പേർക്ക്, പേഴ്സണലി എടുത്ത ട്രേഡ്, മൊത്തത്തിൽ എടുത്ത ട്രേഡ് എത്ര പേർക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്? കീർത്തിക്ക് പ്രോഫിറ്റ് ആണ്. പിന്നെ ആരാ പ്രോഫിറ്റ് ആയിരിക്കണം? ഞാനിന്ന് അത്യാവശ്യം നല്ല ലോസിലാണ്. അതില് പ്രോഫിറ്റ് ആണ്. ഇർഷാദ് ലോസിലാണ്. പിന്നെ ആരാ പറഞ്ഞു? ഞാൻ പ്രോഫിറ്റ് ആണ് സാറേ. വേണുഗോപാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടല്ലോ. വൈശാഖ് പ്രോഫിറ്റ് ആണോ? വൈശാഖ് അതെ, $8 കിട്ടി സാറേ. $8 കിട്ടി. ഓക്കെ. ഷാംഷാജ ലോസിലാണ്. അപ്പം ലോസിലായതുകൊണ്ടാണ് മിണ്ടാണ്ട് ടൈപ്പ് ചെയ്ത് വിട്ടത്. എടുത്തിട്ടില്ല, ഷെബിൽ എടുത്തിട്ടില്ല. കിഷോർ എന്തായി എന്ന്? കിഷോറിന്റെ ട്രേഡ് എന്തായെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. അൻവർ ലോസ്. കിഷോറിന്റെ ട്രേഡ് എന്താന്നുള്ള കാര്യം പറയാം. അറിയാം. ജിയാസ് എന്തായി? ജിയാസ് എടുത്തിട്ടുണ്ടായോ? ജിയാസ്, ഡെറിൻ, ബാസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബാസിൽ ചെറിയ ലോസ് എന്ന് പറഞ്ഞിരുന്നു ഗ്രൂപ്പില്. പ്രോഫിറ്റ് ആണോ? ചെറിയ പ്രോഫിറ്റ് ആണ്. ബൈയിലാണ് അല്ലേ? ബൈ മാർക്കറ്റ് അല്ല, ബൈ അത്യാവശ്യം ഒരു ഷിഫ്റ്റ് തന്നോണ്ടല്ലോ. ഇപ്പൊ നല്ലൊരു ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. പക്ഷെ തൊട്ട് മുകളിലൊക്കെ നിൽക്കുന്ന ബൈയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. എന്താണ് ഇവിടുന്ന് ഒരു ഉണ്ടോ ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണത് ഡേ ക്യാൻഡിലിന്റെ. ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഇതൊരു ക്യാൻഡിൽ ഓൾറെഡി തന്നിട്ടുണ്ട് അവിടെ. അത് ബ്രേക്ക് ആവാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ബ്രേക്ക് ആവാൻ സാധ്യത, ബ്രേക്ക് ആയി കിട്ടി. ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണത്. അപ്പൊ അടുത്ത ഒരു ഇതെന്ന് പറയാൻ ഇവിടം വരെ വയ്ക്കാം. ഈ ഒരു ലെവൽ വരെ 3.12 വരെ വയ്ക്കാം. പ്രൊട്ടക്ട് ചെയ്യാം. SL പ്രൊട്ടക്ട് ചെയ്യാം. ഇങ്ങനെ ഒരു മൂവ്മെന്റ് കിട്ടി കഴിഞ്ഞാൽ SL പ്രൊട്ടക്ട് ചെയ്യാം. അപ്പൊ അത് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. കാരണം ഫസ്റ്റ് ഇതെന്ന് പറയാൻ പറ്റില്ല.
കാരണം വെച്ചാൽ ഇവിടെ ഇതിന്റെ ഹൈ കണ്ടില്ലേ, ഇവിടെ ഒരു ഹൈ കൂടി ഉണ്ട്. രണ്ട് ഹൈനെ ചിലപ്പോൾ എടുത്തിട്ട് താഴത്തേക്ക് വരാനായിരിക്കും. കണ്ടോ, പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നോക്കട്ടെ, അത് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ. ഏകദേശം ഇതിന്റെ താഴേക്ക് SL വെക്കാം, ഇവിടെ SL വെക്കാം 23.05 SL വെക്കാം. അത് ഏകദേശം കോസ്റ്റ് ആവും. അത് ഏകദേശം കോസ്റ്റ് ആവും അല്ലേ? പിന്നെ കുഴപ്പമില്ല, അത് ഏകദേശം കോസ്റ്റ് ആവും, കുഴപ്പമില്ല. കാരണം അത് SL വെക്കാം. കാരണം ഇതൊരു കഴിഞ്ഞ പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ആണത്. അപ്പോൾ അതാണ് ഞാൻ ഇവിടേക്ക് വെച്ചിരിക്കുന്നത്. ഹൈ ടോപ്പ് ഹൈക്ക് വെച്ചില്ല, അതിൻ്റെ ഒരു വിക്ക് ഒഴിവാക്കിയിട്ട് ബോഡി വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് നോക്കിയാൽ മതി. അത് പിന്നെ SL ട്രയൽ ചെയ്താൽ മതി കേട്ടോ. കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് ശേഷം ടാർഗറ്റായിട്ട് വെക്കേണ്ട, SL ട്രയൽ ചെയ്താൽ ചിലപ്പോൾ കുറച്ചും കൂടി മുകളിലേക്ക് പോകാം. ഞാൻ കാണിച്ചു തരാം. സാധ്യത നമ്മൾ എടുത്താണല്ലോ അല്ലേ. ഇതൊരു നല്ലൊരു സ്ട്രോങ് ഏരിയ ആണ് കേട്ടോ. ടാർഗറ്റ് മാക്സിമം ഇവിടെ വരെ നോക്കിയാൽ മതി കേട്ടോ. 21 അല്ല, താഴത്തേക്ക് വെക്കാം, മുകളിലേക്ക് വെക്കല്ലേ. 15 വെക്കാൻ ഓൾറെഡി അവിടെ റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. ചിലപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കണ്ടില്ലേ, മൾട്ടിപ്പിൾ ടൈം റീടെസ്റ്റ് നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും അത് വരെ നോക്കിയാൽ മതി, നോക്കുക. അപ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ അവിടെ നല്ല ക്യാൻഡിൽസ് കിട്ടുകയാണെങ്കിൽ മുകളിലേക്ക് പോകാം. അപ്പോൾ വേണമെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ 23-28 വരെയൊക്കെ പോവാം, ഈ റേഞ്ച് വരെയൊക്കെ പോവാം. പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ മാർക്കറ്റ് എന്താവും, ഒരു അപ് ട്രെൻഡിലേക്ക് ഒരു ഷിഫ്റ്റ് നോക്കാം നമുക്ക്. അപ്പോഴും ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ചിലപ്പോൾ ഇതിന് നല്ലൊരു ട്രേഡ് ആവാൻ സാധ്യതയുണ്ട് ബാസ് കേട്ടോ. നല്ലൊരു ട്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്, നല്ല ഗംഭീര ട്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ക്യാൻഡിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ഇവിടുത്തെ ഒരു ഏരിയ ആണ്, ഈ ഒരു ഏരിയ ആണ് വരുന്നത്. ഒരു കൺഫ്യൂഷൻ, അതൊരു ടെസ്റ്റ് നടന്ന ഏരിയ ആണല്ലേ. അത് കുഴപ്പമില്ല, ചിലപ്പോൾ നല്ലൊരു ട്രേഡ് ആവാനുള്ള സാധ്യതയുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുറച്ച് വടംവലി ഉണ്ടാവും ഈ ഒരു ഏരിയയിൽ. ഞാൻ നേരത്തെ വരച്ച ഈ ഒരു ഏരിയയിൽ കുറച്ച് വടംവലി ഉണ്ടാവും. പക്ഷെ ഇല്ലെങ്കിൽ കാര്യമായിട്ട് ചെയ്തോ. 19 വരെയൊക്കെ ചിലപ്പോൾ വരുമോ, 19 വരെ അല്ലെങ്കിൽ 25, 26 വരെയൊക്കെ, 27 വരെയൊക്കെ കിട്ടും. ഒന്ന് നോക്കിക്കോ. ഓക്കെ, അപ്പോൾ വേറെ ആർക്കായിരുന്നു പ്രോഫിറ്റ്? വേറെ ആർക്കൊക്കെയായിരുന്നു? ആർക്കാ ലോസ്? പ്രോഫിറ്റ് വില്യം പ്രോഫിറ്റ് ആയിരുന്നു അതോ ലോസ് ആയിരുന്നോ? ഞാൻ ലോസ് ആയിരുന്നു. ലോസ് ആയിരുന്നു. എത്ര ട്രേഡ് എടുത്തു? $6 ഒരു ട്രേഡ് എടുത്തോളൂ. $6. 0.1. അപ്പൊ എന്തിനാ അത്ര അധികം ഹോൾഡ് ചെയ്തത്? ഞാൻ ഇറങ്ങുമെന്ന് വിചാരിച്ചായിരുന്നു, ബെയറിഷ് ആവുമെന്ന് വിചാരിച്ചായിരുന്നു. $6 എന്ന് പറയുന്ന 60 പിപ്പാണ്, അറിയാലോ? അതറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഗ്രൂപ്പിൽ വലിയ സ്റ്റോപ്പ് ലോസ് ആണ്, താല്പര്യമുള്ളവർ മാത്രം എടുക്കുക എന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ മാത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള മനക്കെട്ടി വേണം. $6 എന്ന് പറയുന്നത് പോയോണ്ട് എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് അടുത്ത ട്രേഡിൽ അല്ലെങ്കിൽ 1-2 ട്രേഡിൽ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള മനക്കെട്ടിയാണ് ആദ്യം വേണ്ടത്. മനക്കെട്ടി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, വിൽ പവറാണ് ആദ്യം വേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് എടുക്കാൻ പാടുള്ളൂ. ഈ തിരിച്ചിറങ്ങും എന്ന് പറഞ്ഞ രീതിയിൽ ഇരിക്കുന്ന ആളുകൾ എടുക്കരുത്, അത്രയും വലിയ ഇത് എടുക്കരുത്. നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ പണി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാൻ തന്നെയാണ്. തിരിച്ചിറങ്ങും എന്നുള്ള രീതിയിൽ എടുക്കരുത് കേട്ടോ. വില്യത്തിനോട് സിനാൻ എന്ത് ചെയ്തു? സിനാൻ ട്രേഡ് ഇല്ല, ലോസ് ആയിരുന്നു. ഗ്രൂപ്പിലിട്ട് ലോസ് സംഭവിച്ചു. ഗ്രൂപ്പിലിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞു. എക്സിറ്റ് ചെയ്തില്ല? കീർത്തി കിട്ടയില് പക്ഷെ 3 ഇട്ടുണ്ടായിരുന്നു. 3 ലാസ്റ്റ് ലോസ് ആയത്. കുഴപ്പമില്ല, പ്രശ്നമില്ലല്ലോ. ഇപ്പൊ സിനാനൊക്കെ അത്യാവശ്യം കോൺഫിഡന്റ് ആയില്ലേ? ആയോ? ആയി എന്ന് പറയുന്നതിൽ ഒരു ആയില്ലേ? ഏതൊക്കെ ചാനല് പോയി കാണുന്നുണ്ട്? അല്ല, ഇപ്പൊ കിട്ടിയ ഐഡിയ സിനാനോട് പറയണം. ഇപ്പൊ കിട്ടിയ ഐഡിയ ചാർട്ടിലിരുന്ന് ഇങ്ങനെ അങ്ങോട്ട് പരീക്ഷിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ കണ്ടുപിടുത്തത്തിനല്ല പരീക്ഷിക്കുക. ഇപ്പൊ കിട്ടിയ ഐഡിയനെ നമ്മൾ തറവാക്കാന്ന് പറയില്ലേ, നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കാന്ന് പറയില്ലേ, മനസ്സിലായോ? അപ്പൊ അങ്ങോട്ട് ചാർട്ടിലിരുന്ന് അങ്ങോട്ട് ചെയ്യാം. ചാർട്ടിലിരുന്ന് ചെയ്യുമ്പോൾ തന്നെ അറിയാം. അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സിനാന്. ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അതിപ്പോ പിക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എൻട്രി പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിക്കേണ്ട കാര്യമല്ല, എൻട്രി പിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പൊ ചെറിയ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, അതൊക്കെ ശരിയാവും കേട്ടോ.
അതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റും. ഷാംഷാജ എന്ന ലോസ് ആയിരുന്നു, എന്ത് പറ്റി? എടുത്തത് താമസിച്ചാണ് എടുത്തത്. ഏതാ ആദ്യത്തെ എടുത്തത് താമസിച്ച് എടുത്തത്. 2 ലോട്ട് എടുത്തത്. $13 ലോസായി. $13 അല്ലേ? എല്ലാരോടും കൂടിയാണ് പറഞ്ഞത്. താമസിച്ച എടുത്തത്. പിന്നെ ആ സമയത്ത് കിട്ടിയില്ലായിരുന്നു. ഓക്കെ, എനിവേ അപ്പൊ ഇന്നത്തെ എടുത്ത ആളുകളിൽ ഭൂരിഭാഗം എന്നല്ല 50% എനിക്ക് തോന്നുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണെന്ന് തോന്നുന്നു അല്ലെ? നമ്മൾ ഗ്രൂപ്പിലിട്ട എന്റെ ട്രേഡിന്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, എന്തായിരുന്നു റീസൺ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. കാരണം എന്താ വെച്ചാൽ നമുക്കൊരു സിങ് ക്രിയേറ്റ് ചെയ്ത് തന്നിരുന്നു ഇവിടെ. ആ സിങ്ങിനെ ക്രിയേറ്റ് ചെയ്ത സിങ്ങിന്റെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്ത സിങ് ഇവിടെ ബ്രേക്ക് നടന്നിരുന്നു. ബ്രേക്ക് നടന്ന സമയത്താണ് ഞാൻ ഇട്ടത്. അതിന് ഇട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു, കീർത്തിക എന്താ പറഞ്ഞിരുന്നു, ഞാൻ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാനല്ലേ പറഞ്ഞത്? അതെ, ക്ലോസ് ചെയ്തതിന് ശേഷം. പക്ഷെ ക്ലോസ് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് കിട്ടിയാണ്. കുറച്ചും കൂടി ഇവിടുന്ന് വന്നതിനത് ആരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ക്ലോസ് ചെയ്തതിന് ശേഷം എന്ന് പറയുന്നത് ക്യാൻഡിൽ ഇതിന്റെ പുറകിൽ താഴെ ക്ലോസ് ചെയ്യണം. ഒരു ക്യാൻഡിലെങ്കിലും ഇതിന്റെ താഴെ ക്ലോസ് നടക്കണം. അപ്പോൾ അങ്ങനെ ഒരു ക്യാൻഡിൽ ക്ലോസ് നടന്നിരിക്കുന്നത് എന്താണ്, ഇവിടെയാണ് നടന്നത്. അപ്പോൾ ഫുള്ള് ക്ലോസ് നടന്നില്ല, ഒരു പകുതി ക്ലോസ് നടന്നിട്ടുണ്ട്. അത് 5 മിനിറ്റ്സിലോട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, ഇവിടെയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് കിട്ടിയേനെ, ഒരു നല്ലൊരു എൻട്രി പോയിന്റ് കിട്ടിയേനെ. കാരണം ഇതൊരു എൻട്രി പോയിന്റ് ആണ്. ഇപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എനിവേ നിങ്ങൾക്കത് ചിലപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് പിക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ റീടെസ്റ്റ് വരുന്ന ഏരിയ എന്ന് പറഞ്ഞു. ഇതന്നെയല്ലേ ഞാൻ വെച്ചിരുന്നത്? അത് ഇവിടെ വെച്ചിരുന്നത്, ഇവിടെ തന്നെയല്ലേ വെച്ചിരുന്നത്? ഞാൻ 94 വെച്ചിരുന്നത്, ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇവിടെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രേഡ് എടുക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. ട്രെൻഡ് ഡൗൺ ആയിരുന്നു. ഡൗണിൽ നിന്ന് ഒരു റീട്രേസ്മെന്റ് തന്നു. റീട്രേസ്മെന്റ് ഇവിടെ സസ്റ്റെയിൻ, പ്രൈസ് ആക്ഷൻ ആണ്, പ്യൂർലി പ്രൈസ് ആക്ഷൻ ആണ്. റീട്രേസ്മെന്റ് തന്നു. ഇതിനെ ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തില്ല. എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്തു, സെല്ലേഴ്സ് സ്ട്രോങ് ആണെന്നുള്ള ലെവലിലാണ് ഞാൻ ട്രേഡ് എടുത്തത്. സെല്ലേഴ്സ് സ്ട്രോങ് ആണ്, സസ്റ്റെയിൻ ചെയ്തില്ല. അപ്പോൾ പിന്നെ എൻ്റെ എയിം എന്താണ്, ഇത് ബ്രേക്ക് ചെയ്യലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇട്ടിരുന്നു എന്താണ്, ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം എടുത്താണ്. ക്യാൻഡിൽ എന്താ ക്ലോസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നില്ല. പക്ഷെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചില്ല, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് പോലും എത്തിയില്ല. പക്ഷെ നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ടാർഗറ്റ് പോലും നമുക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല, നല്ലൊരു മൂവ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു മൂവ്മെന്റ് തൊട്ടടുത്ത് വന്നു പോയി, ഫസ്റ്റ് ടാർഗറ്റിന് തൊട്ടടുത്ത് വന്നു പോയി, തിരിച്ചു കയറിപ്പോയി. ഇതേ മാർക്കറ്റ് മുകളിലോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളത് നമുക്ക് അനാലിസിസിൽ നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഇത് എടുത്തതിൽ നമുക്ക് എന്താണ് ആക്ച്വലി 100% എൻ്റെ അനാലിസിസ് കറക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നത്. മാർക്കറ്റ് കറക്റ്റ് ആയെന്നല്ല പറയുന്നത്, അനാലിസിസ് കറക്റ്റ് ആയിരുന്നു. ഇങ്ങനെ തന്നെ ആയിരിക്കണം നിങ്ങൾ എടുക്കേണ്ടത്. അനാലിസിസ് കറക്റ്റ് ആയിരിക്കണം, പക്ഷേ മാർക്കറ്റ് നിങ്ങളുടെ ഓപ്പോസിറ്റ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻറ്റ് കൂടുകയേ ചെയ്യുള്ളൂ. അനാലിസിസ് കറക്റ്റായി വന്നു, പക്ഷേ മാർക്കറ്റ് ഓപ്പോസിറ്റ് പോയാലും കോൺഫിഡൻറ്റ് കൂടെ പോകും. ഇവിടെ ആക്ച്വലി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ വെച്ചിരുന്ന പോയിന്റ് ഏകദേശം 290 പിപ്പായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെയാണ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് 290 പിപ്പിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. കിട്ടുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ജിൻസൺ പറഞ്ഞ പോലെ തന്നെ വലിയൊരു ടാർഗറ്റായിരുന്നു. വലിയൊരു ഇതൊക്കെ കിട്ടിയാണ്. പക്ഷെ അത് പോയി, നമുക്കത് കിട്ടിയില്ല. നമുക്ക് ഇവിടെ എക്സിറ്റും ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ടാർഗറ്റും അടിച്ചില്ല, കാരണം എക്സിറ്റ് ചെയ്യാനും പറ്റില്ല. പിന്നെ തിരിച്ച് മുകളിലേക്ക് കയറി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇത് 8 പോയിരുന്നു. കാരണം നമുക്ക് എന്തായാലും ടാർഗറ്റിലേക്ക് എത്തും എന്നുള്ളൊരു കോൺഫിഡൻസിൽ ഞാൻ ട്രേഡ് ഇട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് തിരിച്ചു വരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് കണ്ടിരുന്നത്, വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലേക്ക് ക്യാൻഡിൽ മുകളിലേക്ക് പോകുന്ന കണ്ടത്. അപ്പോഴാണ് ഞാൻ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഈ ഏരിയയിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ട്, ഏകദേശം കോസ്റ്റിന്റെ അടുത്ത് എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ ആളുകൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, 1-2 പേർക്കാണ്ട് കോസ്റ്റ് കിട്ടിയില്ല എന്ന് തോന്നുന്നു. എനിവേ കുഴപ്പമുള്ള സംഭവമൊന്നുമല്ല, ടെൻഷൻ അടിക്കാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ലൊരു അനാലിസിസ് ചെയ്തിട്ടാണ് നമുക്കിത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. നാളെ നിങ്ങളത് ചെയ്യേണ്ടത് അത് തന്നെയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ട്രേഡിൻ്റെ കാര്യം. ഇപ്പോൾ ഈ ട്രേഡ് അപ് ട്രെൻഡിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പം ഞാനത് അപ് ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്നുള്ള ഒരു കൺഫർമേഷൻ എനിക്ക് കിട്ടാനുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ബാസലിനോട് പറഞ്ഞ പോലെ 315 ഒരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് നോക്കട്ടെ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, ട്രെൻഡ് ആണോ ഡൗൺ ട്രെൻഡ് ആണോ എന്നുള്ളത് ഒന്നും കൂടി നമുക്ക് കൺഫേം ചെയ്യാം. ഓക്കെ, ഇനി കീർത്തിക്ക് എടുത്ത 3 ട്രേഡ് പറഞ്ഞു മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ നോക്ക്. 2 ട്രേഡാ 3 ട്രേഡ് ഇട്ടില്ലേ? 2 ട്രേഡ് കിട്ടും. 3ാമത്തെ ട്രേഡ് പിന്നെ ഇട്ടായിരുന്നു, പക്ഷെ അത് സാറ് റിവേഴ്സ് പറഞ്ഞ കാരണം ആരും എടുത്തില്ല. റിവേഴ്സ് പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ, ഓക്കെ. 3ാമത്തെ ട്രേഡ് ഇട്ടായിരുന്നു.
ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞുതരാം. കീർത്തികിന് ഇട്ടതിന്റെ കീർത്തികിനോട് ഞാൻ കഴിഞ്ഞ ദിവസം കീർത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇട്ടതിന്റെ കുറച്ച് 1-2 മിസ്റ്റേക്ക് പറയാനുണ്ടായിരുന്നു. അപ്പോൾ കീർത്തിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ നോക്കട്ടെ. ഞാൻ കീർത്തിക്കിന്റെ ഇത് പിക്ക് ചെയ്യട്ടെ. കീർത്തിക്ക് ആദ്യം വെച്ച് ഇതല്ലായിരുന്നു, പ്രോഫിറ്റ് അല്ലായിരുന്നോ? ആദ്യത്തെ പ്രോഫിറ്റ് ആയിരുന്നു സാറേ. ഞാൻ അതിനകത്തൊരു ഡൗട്ട് ചോദിച്ചായിരുന്നു. ട്രെൻഡ് ലൈൻ വരച്ചപ്പോൾ അവിടെ കീർത്തിക്ക് വരച്ചതിൽ മിസ്റ്റേക്ക് ഉണ്ട്. അത് ചോദിച്ചത് വളരെ കറക്റ്റ് ആണ്. കീർത്തിക്ക് ഇത് എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാ കീർത്തിക? ട്രെൻഡ് ലൈൻ എടുക്കാൻ പാടില്ല. കാരണം ട്രെൻഡ് ലൈൻ ബോഡി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ഇൻവാലിഡ് ആണ്. ട്രെൻഡ് ലൈൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് അതാണ്. എന്താണ്? ബോഡി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ഇൻവാലിഡ് ആണ്. ട്രെൻഡ് ലൈൻ ഇൻവാലിഡ് ആണ്. ബോഡി ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ട്രെൻഡ് ലൈൻ ഇൻവാലിഡ് ആണ്. ഇവിടെ നിന്നാണ് വരച്ചെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇവിടെ നിന്നാണ് വരച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് പോയിന്റ് വന്ന് കറക്റ്റ് ആയിട്ട് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്. കൃത്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. തേർഡ് പോയിന്റ് വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട് ഇവിടുന്ന് വരച്ചാണെങ്കിൽ. ഇതൊരു ഇൻവാലിഡ് ഇതാണ്. ഇതാരും ചെയ്യരുത്. ഈ ഒരു പോയിന്റ് ഇൻവാലിഡ് ആണ്. കാരണം ഒരിക്കലും ബോഡിയുടെ ഉള്ളിലൂടെ പോകാൻ പാടില്ല. ഈവൻ ഇത് കുഴപ്പമില്ല, വിക്ക് കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയാറ് വിക്കിന്റെ ടിപ്പിൽ തന്നെ വരയ്ക്കാനാണ്. വരച്ച് അങ്ങനെ പഠിച്ചാലാണ് നിങ്ങൾക്ക് അതിന് വേറൊരു സെറ്റപ്പും കൂടി വരുന്നുണ്ട്. ഈ ട്രെൻഡ് ലൈൻ ബേസ്ഡ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള വേറൊരു സെറ്റപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബോഡിയുടെ ഇതിൽ വരയ്ക്കാൻ പറഞ്ഞത്. എനിവേ, ബോഡിയുടെ അല്ല, വിക്കിന്റെ ടോപ്പിൽ വരയ്ക്കാൻ പറഞ്ഞത്. ഓക്കെ, ഇത് നോക്കിയാൽ അറിയാം. കീർത്തികനെ നോക്കിയാൽ 1 മിനിറ്റിൽ നോക്കിയാൽ അറിയാം. ഒരു ടെസ്റ്റിമോണി വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ടോ? കുറെ നേരം ഇവിടെ നിന്നിട്ട് വീഴ്ച വന്നിട്ടുണ്ടോ? ഇല്ലേ? തന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനൊരു സെറ്റപ്പ് ഇല്ലെങ്കിൽ അങ്ങോട്ട് വിട്ട് കളയാം. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു കീർത്തിക്ക് ഇതിനെ സെക്കൻഡ് ടെസ്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സെക്കൻഡ് ടെസ്റ്റ് എടുക്കരുത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കൺസെപ്റ്റ് മാറിയോ? മാറിയില്ലേ? മാറിയിട്ടുണ്ട്. സെക്കൻഡ് റീടെസ്റ്റ് ആയിട്ട് എടുക്കരുത്. ആക്ച്വലി അത് കൺസെപ്റ്റ് മാറി. കാരണം നമ്മൾ എന്ത് ചെയ്യുക, പഴയ ഇതല്ല പണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കുറെ ലോസ് സംഭവിച്ചിരുന്നത്. ഇങ്ങനെയുള്ള സെക്കൻഡ് ടെസ്റ്റുകൾ എടുത്തുകൊണ്ടാണ് കുറെ ലോസുകൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കാൻ പാടില്ല. ഇനി ഇത് പ്രോഫിറ്റ് ആയിരുന്നു. പക്ഷെ അത് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം നമുക്കതിനെ കൂട്ടാനും പറ്റില്ല. അപ്പോൾ നമുക്കത് ഇങ്ങനെയാണല്ലോ പഠിക്കുക. നമുക്ക് കുറച്ചേശ്ശെ മാറ്റി ഇത് വെച്ച് പഠിക്കാം. പിന്നെ ഇതിൽ കീർത്തിക്ക് ഇത് വരച്ച സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കിടിലൻ സപ്പോർട്ടായിരുന്നു. അത് ഒരു ഏരിയ കിടിലൻ സപ്പോർട്ടായിരുന്നു. അറിയാം, ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണ്, ഇതൊരു സ്ട്രക്ചർ ബ്രേക്ക് ആയ ഒരു ഏരിയ ആണ്. കാരണം വെച്ചാൽ മാർക്കറ്റ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഒരു ട്രെൻഡ് ചേഞ്ച് ആവുന്ന ഏരിയ ആണ്. എപ്പോഴും ആ ട്രെൻഡ് ചേഞ്ച് ആവുന്ന ഏരിയന്റെ പ്രത്യേകത എന്താണ്? അവിടെ നല്ലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ, നല്ലൊരു സപ്പോർട്ട്. അതിനെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തിട്ട് തിരിച്ചു വന്ന ട്രെൻഡ് ലൈൻ വന്നു. അപ്പൊ ഇത് നല്ലൊരു സിമ്പിളാണ്. നോക്കുമ്പോൾ സിമ്പിളാണ്. ഇതിന് കീർത്തിക്കിന് കുറച്ചൊരു അഡ്വാൻസ്ഡ് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കീർത്തിക്ക് അത് പിക്ക് ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ച് ദിവസമായി ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കാനുള്ള ക്ലാസ്സിലേക്ക് കയറിയിട്ട്. ഓക്കെ, അപ്പൊ ഇത് സക്സസ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സെറ്റപ്പ് പ്രകാരം സക്സസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല. എടുത്ത ആളുകൾക്ക് ചിലപ്പോൾ സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അല്ലെ? എടുത്ത ആരൊക്കെ ഉണ്ടായിരുന്നു? അത് ഞാൻ ഈ ഒരു ഡൗട്ടുള്ള കാരണം എടുത്തില്ലായിരുന്നു. എനിവേ, നമുക്കത് അനാലിസിസ് ചെയ്തു എന്ന് മാത്രം. അപ്പൊ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. കീർത്തിനോടും ബാക്കിയുള്ള ആളുകളോടും കൂടി തന്നെ പറഞ്ഞു. അടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കീർത്തിയോട് ഒരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം? കീർത്തി, ഇത് കയറിപ്പോയ സ്ഥലം എവിടെയെന്ന് നോക്കിയിരുന്നോ? എപ്പോഴും ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. നിങ്ങൾ കീർത്തിനോട് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിനെ മാത്രം സപ്പോർട്ട് റെസിസ്റ്റൻസ്, വിസിബിൾ ആയ ഏരിയയിൽ മാത്രം സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്തിരുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ മുന്നേ ഒരു 5 മിനിറ്റ്സിന്റെ ആണെങ്കിൽ മുകളിൽ സപ്പോർട്ട് 5 മിനിറ്റ്സിന്റെ സപ്പോർട്ടും താഴെ മുകളിലൊരു റെസിസ്റ്റൻസും താഴെ ഒരു സപ്പോർട്ടും മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ? അല്ലേ? അപ്പോ ഇതെന്തിനാ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതെന്താണ് ഇവിടെ ആക്ട് ചെയ്യും. സപ്പോർട്ട് റെസിസ്റ്റൻസ് നിങ്ങളിപ്പോ വരച്ചിരിക്കുന്ന 1 മിനിറ്റിനേക്കാളും സ്ട്രോങ് ആക്റ്റീവ്. അപ്പൊ ഈ സ്ട്രോങ് ഏരിയയിൽ വരുമ്പോ എപ്പോഴും എന്താ സംഭവിക്കാൻ സാധ്യത എന്താണ്? റിവേഴ്സിൽ സംഭവിക്കും. അല്ലെ? മനസ്സിലായോ? റിവേഴ്സിൽ സംഭവിക്കും. അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും? സ്ട്രോങ് ഏരിയയിൽ വരുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യും? ഇവിടെ പ്രീവിയസ് സിങ് ഇപ്പൊ ഇവിടുന്ന് മുകളിലോട്ട് പോകല്ലേ, മുകളിലോട്ട് പോവുകയാണെങ്കിൽ പ്രീവിയസ് സിങ്ങിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. പ്രീവിയസ് സിങ്ങിന്റെ ഹൈ ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടെ ഹൈ ടെസ്റ്റ് ചെയ്യാൻ. മനസ്സിലായോ കീർത്തി? അപ്പൊ അങ്ങനെയുള്ള ഏരിയ നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ. മാക്സിമം അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഓക്കെ,
അങ്ങനെയുള്ള ഏരിയ അവോയ്ഡ് ചെയ്യാം. ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കീർത്തിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. കീർത്തിനോട് പറഞ്ഞിട്ടുണ്ട്. അൻവറെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. അൻവറെ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് ഓർമ്മ ഉണ്ട്. അത് അവോയ്ഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ അതാണ് ഇവിടെ പറ്റിയത്. നോക്കി കഴിഞ്ഞാൽ അറിയാം 2287 എന്താണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ഒരു ഏരിയ ഉണ്ടായിരുന്നു. അത് അപ്പോൾ അതാണ് അവിടെ പറ്റിയിരിക്കുന്നത്. അത് ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ചെറിയ ലോസ് അല്ലേ സംഭവിച്ചുള്ളൂ, വലിയ ലോസ് ഒന്നും ഉണ്ടായില്ലേ അല്ലേ? എത്ര $1 താഴെ കണ്ടല്ലോ ലോസ് വന്നിരിക്കുന്നത്. $1. പിന്നെ ഒരെണ്ണം ഇട്ടുണ്ടായിരുന്നു കീർത്തി, പക്ഷെ അത് ആരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ? ഇപ്പോഴുണ്ടോ ഗ്രൂപ്പിൽ? എടുത്തില്ലായിരുന്നു. പക്ഷെ നമ്മളത് അതും എന്ത് സംഭവിച്ചിട്ടുണ്ട്, അതിന് നമ്മൾ എന്തായിരിക്കും ലോസ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടതാണ്. കീർത്തിനോട് ഇട്ടോളാൻ പറഞ്ഞിട്ട് കീർത്തിക്ക് കിട്ടുന്ന സിഗ്നല് നമുക്ക് പിന്നെ കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. മറ്റുള്ള ആളുകൾ എടുത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതിനെ ലോസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. ഇതിലെന്താണ് ഇവിടെ നോക്കിയാൽ കാണാം, എന്താണ് ക്ലിയർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് ചേഞ്ച് കിട്ടിയിട്ടുണ്ട്. പിന്നെ കീർത്തിക ഇവിടെ എടുക്കാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തിട്ടുണ്ട്. കീർത്തിക എന്താ ചെയ്തിരിക്കുന്നത്? കീർത്തിക ഇവിടെ മൂന്നാമത്തെ ടച്ച് എന്ന് പറയുമ്പോഴും ശ്രദ്ധിച്ചറിയേണ്ടത് എന്താണ്, ബ്രേക്ക് ചെയ്തിട്ട് പോകുന്നത്. ഞാനത് പിന്നെ പറഞ്ഞുതരാം, അതിന്റെ പുറത്ത് പറഞ്ഞുതരാം. ഇവിടെയുള്ള ആളുകൾക്ക് കൺഫ്യൂഷൻ ആവും. ഞാൻ പുറത്ത് പറഞ്ഞുതരാം. ആക്ച്വലി ഇതിൽ എന്താണെന്ന് വെച്ചാൽ കീർത്തിക്ക് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ അഡ്വാൻസ് കൺസെപ്റ്റ് ഉണ്ട്. അഡ്വാൻസ് കൺസെപ്റ്റിനെ കീർത്തി മൈൻഡ് ചെയ്യാതെ വിട്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ കീർത്തിക്ക് ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ പറ്റിയിരിക്കുന്ന ഒരു ലോസ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് കിട്ടിയാനെ ശ്രദ്ധിക്കാതെ പറ്റിയിരിക്കുന്ന ഒരു ലോസ് ആണ്. കാരണം അല്ലെങ്കിൽ അത് പ്രോബ്ലം ഇല്ല. കാരണം ആക്ച്വലി അത് എടുക്കാൻ പാടില്ലാത്ത ട്രേഡ് തന്നെയായിരുന്നു. അതൊരു ചെറിയ അഡ്വാൻസ് കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ ഇടയിൽ. അത് ചിലപ്പോൾ കീർത്തിക്ക് വിട്ടുപോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞുതരാം, കീർത്തിനോട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അത് കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ട്രേഡ് നമുക്ക് എന്താ സംഭവിച്ചിട്ടുണ്ട്, ഒരു ട്രേഡ് നമുക്ക് പ്രോഫിറ്റ് ആയിട്ടുണ്ട്. എങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ എങ്ങനെ എടുക്കണം എന്നുള്ളത് നമുക്കിപ്പോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പോലെ എടുത്താൽ മതി. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പിൽ ഇന്നിട്ട ട്രേഡുകൾ, ആദ്യത്തെ ട്രേഡ് 300 പ്രോഫിറ്റ് ആണ്. ആരൊക്കെ എടുത്തിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ആ ഒരു കൺസെപ്റ്റ് ആക്ച്വലി നമ്മൾ പറഞ്ഞൊരു കൺസെപ്റ്റ് അല്ല. ഈവൻ ഒരു ട്രേഡ് ഒരു സിഗ്നൽ തന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ 300 കണക്ക് കൂട്ടുന്നത്. താഴെ പറഞ്ഞ പോലെ 110 ലോസ് ആണ്. ഇപ്പോൾ ലാസ്റ്റത്തെ കാണിച്ചാൽ 100 ലോസ് ആണ്. ഇത് 100 എന്താ ഇടാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കീർത്തി ഗ്രൂപ്പിൽ ഇട്ടതാണ്. അപ്പൊ ലോസ് നമ്മൾ എന്ത് ചെയ്യണം, ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അത് മാർക്ക് ചെയ്യണം. ഞാൻ ബി ആണ് ഇട്ടിരിക്കുന്നത്. ബ്രേക്ക് ഇവൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ എന്ത് ചെയ്യും, ബ്രേക്ക് ഇവൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ബി ആണ് ഇട്ടിരിക്കുന്നത്. 1-2 പേർക്ക് അതിൽ ലോസ് സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈവൻ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടലി നമ്മുടെ ഒരു വാർണിംഗ് തന്നുകൊണ്ടാണ് ബി ഇട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലോസ് തന്നെ ബുക്ക് ചെയ്തേനെ. ഇന്നത്തെ ഒരു PL എന്ന് പറയുന്നത് $90 ആണ് ടോട്ടലി. പക്ഷെ അത് പലർക്കും അത് 90 കിട്ടിയിട്ടുണ്ടാവില്ല. ആ ഒരു ഫിഗറിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. ബ്രേക്ക് ഇവണിലായിരിക്കാം എടുത്ത ആളുകൾക്ക്. എനിക്ക് തോന്നുന്നു ആരും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എടുത്ത ആളുകൾക്ക് ബ്രേക്ക് ഇവണിലായിരിക്കാം. അപ്പോൾ ഇന്ന് എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ പൊസിഷനിലാണ് ഇന്നും നിൽക്കുന്നത്. അല്ലെങ്കിൽ ന്യൂട്രലാണ് നമ്മുടെ PNL.